കൃഷ്ണ. ഭക്ത മനസ്സുകളിൽ ഭക്തിയുടെ അമൃത് വർഷിച്ചുകൊണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ ഇന്ന് ഉച്ചപൂജയ്ക്ക് ഒരു കൊച്ചു വികൃതിക്കാരനായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഭക്തരുടെ ആശ്രയമായ ആ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കളഭാലങ്കാരത്തിൻ്റെ പുണ്യം നമുക്ക് നുകരാം. ഇന്നത്തെ അലങ്കാരം കേവലം ഒരു കാഴ്ചയല്ല, അതൊരു അനുഭൂതിയാണ്. ഇടത് കൈ ഇങ്ങനെ അരയിലൊക്കെ കുത്തിവെച്ച് വലത് കൈയിൽ ഒരു വെണ്ണയുരുളയായിട്ടാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇത് കഴിക്കാൻ പോവുകയാണ് എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ അവിടെ നിൽക്കുന്നത്. നോക്കൂ, ആ തിരുമുഖത്തേക്ക് നോക്കി നോക്കൂ. ചുണ്ടിൽ വിരിയണ ആ മന്ദഹാസം. എത്ര കള്ളത്തരങ്ങളാ ഒളിപ്പിച്ചു വെച്ചേക്കണേന്നറിയോ ആ മന്ദഹാസത്തിൽ. അല്പം മുമ്പ് ഗോപികമാരുടെ വീടുകളിലൊക്കെ ചെന്ന് വെണ്ണ മോഷ്ടിച്ചതിൻ്റെയും പശുക്കുട്ടിയുടെ വാലിൽ തൂങ്ങി വികൃതി കാണിച്ചതിൻ്റെയും ഒക്കെ ആ ലഹരി ആ കണ്ണുകളിലും ആ കള്ളത്തരം ആ മന്ദഹാസത്തിലും ഉണ്ട്. നോക്കി നോക്കൂ, എന്തൊരു രസമാണല്ലേ. എന്നിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഭാവത്തിൽ വെണ്ണയൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴൊക്കെ ലോകം മുഴുവൻ തൻ്റെ ഉള്ളിലാണ് എന്നുള്ള സത്യം ഭഗവാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഭക്തന്റെ ഹൃദയത്തിലെ സ്നേഹമാകുന്ന വെണ്ണ നുകരാൻ കൊതിക്കുന്ന ഭഗവാന്റെ പരമമായ കരുണയാണ് ഈ രൂപം. എന്തുകൊണ്ടാണ് ഭഗവാൻ വെണ്ണ മോഷ്ടിക്കുന്നത് എന്നറിയോ? എന്താണ് ഈ വെണ്ണയുടെ ആത്മീയ അർത്ഥം? പാലിൽ നിന്ന് തൈരും തൈരിൽ നിന്ന് വെണ്ണയും ഉണ്ടാകുന്നത് പോലെ മനുഷ്യൻ തൻ്റെ മനസ്സാകുന്ന പാല് ഭക്തിയിൽ കടയുമ്പോഴാണ് ജ്ഞാനം ആകുന്ന കടോലുകൊണ്ട് മത്തുകൊണ്ട് അത് കടഞ്ഞെടുക്കുമ്പോഴാണ് പ്രേമഭക്തിയാകുന്ന ശുദ്ധമായ വെണ്ണ ഉണ്ടാവുന്നത്. അതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത്. ഭക്തൻ തൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളൊക്കെ നീക്കി തെളിഞ്ഞ മനസ്സോടെ സമർപ്പിക്കുന്ന ഭക്തിയെയാണ് ഭഗവാൻ ഇതാ ഒരു വെണ്ണയുരുളിയായിട്ട് ഇങ്ങനെ സ്വീകരിക്കുന്നത്. ഭഗവാന്റെ അലങ്കാരങ്ങളിലേക്ക് നോക്കി നോക്കൂ. തിരുമുടിയിൽ വെളുത്ത പൂക്കൾ, അതായത് നമ്മുടെ നന്ദ്യാർവട്ടപ്പൂക്കൾ, തെച്ചിപ്പൂക്കൾ ഒക്കെ കൂടി ചേർന്ന് മനോഹരമായിട്ടുള്ള തിരുമുടിമാലകളുണ്ട്. കഴുത്തിൽ നല്ല ഉണ്ടമാലയുണ്ട്. ഭഗവാൻ ആ ഒരു മാലയൊക്കെ ചാർത്തി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക കൗതുകമാണ്. നന്ദ്യാർവട്ടപ്പൂക്കളും ചുവന്ന തെച്ചിപ്പൂക്കളും ഇടകലർന്ന ആ മാലകൾ ഭഗവാന്റെ ശ്യാമവർണ്ണത്തിൽ എങ്ങനെ മനോഹരമായിട്ട് ശോഭിക്കുന്നത് നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. താമരയും തുളസിയും കൊണ്ടുള്ള വിധാനമായിട്ട് ഉണ്ടമാലകൾ തന്നെയാണ് തൂക്കിയിട്ടുള്ളത്. താഴെയാണെങ്കിൽ ഇങ്ങനെ കണ്ണൻ ആ വിധാനത്തിന് താഴെയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വെണ്ണയുരുളിയൊക്കെ പിടിച്ച് അരയിൽ കൈയൊക്കെ കുത്തി ഇങ്ങനെ മന്ദഹസിച്ച് നിൽക്കുകയാണ്. ഇപ്പം കഴിക്കുകയാണ് ആ വെണ്ണ എന്നുള്ള പോലെ. സ്വർണ്ണഗോപി ഉണ്ട് കണ്ണൻ്റെ നെറ്റിയിൽ. ചെവിപ്പൂക്കൾ അണിഞ്ഞണ്ണു. നമ്മളറിയാതെ ആ ഒരു ഭാവം കാണുമ്പോൾ ഇങ്ങനെ ജപിച്ചു പോവും. നാരായണ 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 എന്ന് ജപിച്ചു പോവും. ആ കൊച്ചു തൃപ്പാദങ്ങളിൽ പൊൻതളകളുണ്ട്, കൈവളകളുണ്ട്, തോൾവളകളുണ്ട്. പൊൻതളകൾ കിലുങ്ങണ തൃപ്പാദങ്ങളിൽ വീണങ്ങോട്ട് നമസ്കരിക്കുക. കണ്ണ, ഞങ്ങളുടെ ഉള്ളിലെ അവിദ്യയെ മാറ്റി നിന്റെ വെണ്ണക്കണ്ണൻ രൂപം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണേ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കാം. ആ കള്ളച്ചിരിയും വെണ്ണ കഴിച്ച ഭാവവും നമ്മുടെ ഉള്ളിലെ എല്ലാ ദുഃഖങ്ങളെയും അലിയിച്ച് കളയട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരേ സ്വരത്തിൽ ജപിക്കാം. ഓം നമോ നാരായണായ. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.